ഹലോ, ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ പോയപ്പോൾ സ്റ്റേ ചെയ്തത് ഈ ഒരു ഫാം ഹൗസിലാണ്. ഇതതിൻ്റെ ബാക്ക് ഗാർഡൻ ആണ് കേട്ടോ. ഈ ഒരു ബിൽഡിങ്ങിന് സത്യത്തിൽ ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് 17-ാം നൂറ്റാണ്ടിൽ പക്ക ഒരു സ്കോട്ടിഷ് എന്താ പറയുന്നത് ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ വാൾസൊക്കെ സ്റ്റോണും അതിനൊക്കെ റൂഫൊക്കെ സ്ലേറ്റ്സും കൊണ്ട് നിർമ്മിച്ചതാണ്. അതുപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ സീനറിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊക്കെ വന്ന പാടെ എൻഗേജ്ഡ് ആയി. ഈ ഒരു സമയം 9:30 ആയിട്ടുണ്ട് കേട്ടോ രാത്രി. അവിടെ അത്രയും വെളിച്ചമുണ്ടെങ്കിലും രാത്രി 9:30 ആയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് എന്താ പറയുന്നത് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട്സൊക്കെ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും നല്ല ടയേർഡൊക്കെ ആയിരുന്നു. പിന്നെ ഇത് ഫാം ഹൗസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഈ കിച്ചണിലായിരുന്നു കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്ത് എന്താ പറയുന്നത് ഫുഡ് കഴിക്കണമല്ലോ, അതാണ്. അപ്പം ഇതിന് നമ്മളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ചിയർ ഗേൾസ് ഇവിടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും സൂപ്പറായിരുന്നു. അപ്പം എല്ലാം കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ നല്ല സമയമായി. പിന്നെ എന്താ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഇവിടെ നമ്മുടെ എന്താ പറയുന്നത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ. അപ്പോൾ എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. കട്ട്ലറീസും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് എപ്പോഴും ഒക്കെ ഒരു സാധനം വേണമെങ്കിൽ തപ്പിയാൽ അത് ഉറപ്പായിട്ടും അവിടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ എന്ത് സാധനം വേണമെങ്കിലും അയ്യോ നമ്മൾ കൊണ്ടുവന്നില്ലല്ലോ എന്നലച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. പിന്നെ ഇത് ഇരുട്ടായിരുന്നു കേട്ടോ. ബാക്ക് സൈഡിൽ ഞങ്ങൾ ചെറുതായിട്ട് ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ എന്താ ഫുഡൊക്കെ കഴിക്കാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. അപ്പം എന്താ പറയുന്നത് കുറച്ച് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ എന്താ പറയുക നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടും വേറെ ഒരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ബഹളം വെക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. പിന്നെ നല്ല ക്ലൈമറ്റും ആയിരുന്നു. ഭയങ്കര തണുപ്പല്ല, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. എനിവേ നല്ലൊരു സ്പോട്ടാണ്. നമ്മളിപ്പം സ്കോട്ട്ലൻഡിലോ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ